അനവധി സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. കൂടുതലും കുട്ടികൾക്കാണ് ഉണ്ടാവും. ആ സംശയം തീർത്തു കൊടുക്കാൻ രക്ഷാകർത്താക്കൾക്കോ ഗുരുനാഥന്മാർക്കോ അറിയാതെ വരുമ്പോൾ ഉണ്ടായിരിക്കും അവിടെ. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ കഥയാണ്. കഥകൾ അങ്ങനെയൊക്കെ പറയും. ഈ ഒരു ധാരണ അനവധി അബദ്ധം ഉണ്ടാക്കി. കഥയാണ്. ഒരാൾക്ക് 7 ഭാര്യ, 14 ഭാര്യ, ഇതേമാതിരി കഥയിൽ കേൾക്കും. ആനയുടെ തല, യാത്ര ചെയ്യുന്ന എലിയുടെ പുറത്ത്, ഇതുപോലുള്ള കഥകൾ കേൾക്കും. പല സംശയവും ചോദിക്കും, എന്ത് അങ്ങനെ ചെയ്തേ? ഈ ചോദ്യം ചില സദസ്സിൽ എന്നോടും ചോദിച്ചിട്ടുണ്ട്. അതിന് എല്ലാം കൂടിയുള്ളൊരു മറുപടി, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഒരുമിച്ച് 10 മിനിറ്റ് കൊണ്ട് പറയുക. എല്ലാ ചോദ്യത്തിന്റെ റിപ്ലൈ. എന്താ ചോദിച്ചത്? കൃഷ്ണനെ അനുകരിക്കുന്ന കുട്ടി മുറ്റത്തിറങ്ങിയിട്ട് മണ്ണങ്ങോട്ട് തിന്ന. മണ്ണ് തിന്നരുത്. ഈ മണ്ണിനൊരു സ്വാദുണ്ട് കേട്ടോ, നല്ല മണ്ണിന്. ആ മണ്ണ് തിന്നുന്ന സൂക്കടുള്ളവരുണ്ട്. പണ്ട് മണ്ണിന്റെ ചുമരായിരുന്നു മൺചുമര്. ആ മൺചുമരിന്റെ ഒരു ഭാഗം അടർത്തി കുറേശ്ശെ മണ്ണ് തിന്നുന്ന, അതിനെ രോഗം എന്നൊക്കെയാണ് പറഞ്ഞ് തിന്നുന്നവരുണ്ട്. മണ്ണ് തിന്നുന്ന ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടു. എനിക്ക് അന്നൊരു 6 വയസ്സുണ്ടാവും. ആ യുവാവിന് 20 വയസ്സിന്റെ ആട്ടാ. നല്ല സ്വാതന്ത്ര്യം. കല്ലൊന്നും അധികം ഉണ്ടാവരുത്. ഞാൻ തിന്നു നോക്കുമ്പോ തരപ്പെടില്ല. ആ സ്വാദ് ഞാൻ വിട്ടിട്ടില്ല. പക്ഷെ പിന്നീട് മണ്ണ് തിന്നാൻ ആരെങ്കിലും കണ്ട ചീത്ത പറയുമല്ലോ. അപ്പൊ കൃഷ്ണൻ മണ്ണ് തിന്ന പോലെ നമ്മൾ തിന്നണമെന്നു. ആകെ അബദ്ധമല്ലേ കൃഷ്ണന്റെ കഥ. ഒരു കല്യാണം കഴിച്ച് ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നല്ലേ ശരി. 16,008 കല്യാണം കഴിക്കും. ചെല്ലുന്നോട്ടിലൊക്കെ യുദ്ധം ചെയ്യും, അസുരന്മാരെ കൊല്ലും. അതിനൊക്കെ പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ യമന്തകൻ കഥയിലൊക്കെ 2 കല്യാണം ഒരുമിച്ച് കിട്ടും. സത്യവാമിയും കൊടുത്തു. ഇതെങ്ങനെ? രാമായണ മാസം തുടങ്ങിയ ശ്രീരാമൻ കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോകുമ്പോ ലക്ഷ്മണൻ കൂടെ പോയി. സീത പറഞ്ഞു ഭാര്യയുടെ ധർമ്മമാണ് ഭർത്താവിനെ അനുഗമിക്കുക. സീതയും പോയി. അപ്പൊ ലക്ഷ്മണന്റെ ഭാര്യയ്ക്ക് പോണ്ടേ? ഈ ചോദ്യം ചോദിച്ചില്ലേ? വ്യക്തമായ ഉത്തരം ഇതിനൊക്കെ ഉണ്ട്. രാമന്റെ കഥയും കൃഷ്ണന്റെ കഥയും പറയുമ്പോൾ സാധാരണഗതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളുമായിട്ട് താരതമ്യപ്പെടുത്തുകയേ ചെയ്യരുത്. നമ്മൾ വായിക്കുന്ന കഥകൾ, നോവലൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ആദ്യകാലത്ത് എന്റെ ബാല്യത്തിൽ നോവൽ വായിച്ചിരുന്നു. ഇപ്പൊ നോവൽ വായന നിർത്തി. കാരണം ജീവിതഗന്ധിയായ കഥകളാണ് അന്ന് നോവലായിട്ട് എഴുതിയിരുന്നത്. പിന്നീടാണ് അത്യന്താധുനികം, ആധുനികം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വന്നിട്ട് ഓരോരോ അസംബന്ധങ്ങളൊക്കെ എഴുതി വിടും. ജീവിതത്തിനുമായിട്ട് ഒരു ബന്ധവുമില്ല. സാധാരണ കഥകള്
മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ പുരാണം വായിക്കുന്നതിനേക്കാൾ നോവൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് നോവലിലെ കഥ ജീവിതമായിട്ട് ബന്ധം ഉണ്ടായതുകൊണ്ടാണ്. സിനിമ ഇഷ്ടപ്പെടാനും കാരണം അതാണ്. പക്ഷെ പുരാണങ്ങളിൽ ആദ്യമായിട്ട് ഭാരതത്തിൽ 2 ഇതിഹാസമാണ്. ഒന്ന് മഹാഭാരതം, മറ്റേത് രാമായണം. ഏറ്റവും പഴക്കമുള്ളതാണ് രാമായണം. ഇതിഹാസങ്ങൾ എന്നാണ് വിളിക്കുക. ഇത് കുട്ടികൾ ആദ്യം മനസ്സിലാക്കണം. ഇതിനെ വിളിക്കുക ഇതിഹാസങ്ങൾ എന്നാണ്. എന്താ ഇതിഹാസം? ബാക്കിയൊക്കെ ഇതിഹാസമല്ലേ? ഇന്നതിനൊക്കെ ഇതിഹാസം എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓരോ തോന്നിയാസം ആർക്കും വിളിക്കാം. ഇതിഹാസം എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചുരുക്കമല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാഹനം ചിലയിടത്തിൽ തേടി വരുമ്പോ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള അപകടം 56, കഴിഞ്ഞ കൊല്ലം 121, അതിനുമ്പത്തെ കൊല്ലം ഇത്ര അപകടം ജൂലൈ മാസം ആയപ്പോഴേക്കും ഉണ്ടായിരിക്കണം. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതിഹാസം എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ടായത് നിങ്ങളുടെ ജീവിതത്തിലും ബാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ അവിടെ അബദ്ധം പറ്റും. ഈ 2 കഥകളും ഇവിടെ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഒന്ന് രാമായണ കഥ, ഒന്ന് ഭാരത കഥ. ഈ 2 കഥകളും വ്യാഖ്യാനിക്കുമ്പോൾ ആദ്യം അങ്ങോട്ട് പറയണം, അധ്യാപകൻ കുട്ടിയോട് പറയണം, രാമലീല, കൃഷ്ണലീല എന്നാണ് ഇത് പറയാ. കൃഷ്ണന്റെ ലീലകൾ ആണ്. 16,008 ഇനിയും കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. കൃഷ്ണലീലയാണ്. ആദ്യമേ പറഞ്ഞു, പുരാണ കഥകളിൽ സ്വന്തം മാതാവിനെ നിഗ്രഹിച്ച കഥയുണ്ട്. എന്നും വെച്ചിട്ട് ലീല എന്ന് പറഞ്ഞാൽ രാമലീല എന്ന് പറഞ്ഞാൽ രാമന്റെ ലീലകളാണ്. കൃഷ്ണന്റെ ലീലകൾ ആണ്. രാമൻ അറിയാൻ ഇവിടെ അവതാരം എടുത്തിരിക്കത്ത് വന്ന് എന്തിനാണൊക്കെ രാമൻ അറിയാം? രാവണനെ നിഗ്രഹിക്കാനാണ് വന്നത്. എന്തിനാ രാവണനെ നിഗ്രഹിക്കാൻ വന്നത്? രാവണനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട്. കഥ അറിയുന്നവർക്കറിയാം, ജയവിജയന്മാര് മഹർഷിമാരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഒരു അശ്രദ്ധ കാണിച്ചപ്പോ കിട്ടിയ ശാപം കൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ ജന്മമെടുത്തത്. ലീല. നമുക്കും ഇതേമാതിരി ജന്മം കിട്ടാൻ കാരണം ചില തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവരൊരു ആവശ്യപ്പെട്ടു, എവിടെയൊക്കെ ജന്മം കൊടുത്താലും അന്ത്യം വിഷ്ണുവിന്റെ കരങ്ങൾ കൊണ്ടാവണം, ഞങ്ങൾക്ക് മടങ്ങി വരണം. ആ കാരണത്തിനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്ന് രാമന് അറിയാം. ലീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സീതയെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് രാമൻ നെല്ലുവിളിക്കും. സീതയെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ്, അല്ല എന്റെ സീത നിങ്ങൾ കണ്ടു? ലീലയല്ലേ? സീത അവിടെ ഇരിക്കുമ്പോ സീതയ്ക്ക് അറിഞ്ഞൂടെ? സീത ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? മഹാലക്ഷ്മി
അയ്യോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നുകൊണ്ട് സീത കരയുക. വിഭീഷണ പുത്രി ത്രിജട ആശ്വസിപ്പിക്കുക. ഇത് മുഴുവൻ ലീലകളാണ്. നമ്മള് നാടകം കാണുമ്പോ ഈ അഭിനയിക്കുന്നവർക്ക് അറിയില്ലേ അവരിതല്ലാന്ന്. അഭിനയിക്കുന്ന ഞാൻ ശേഖരൻകുട്ടിയാണെന്നും കോപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗം ഉണ്ടെന്നും ശേഖരൻകുട്ടിക്ക് അറിയാം. ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആൾക്കും അറിയാം ഇതല്ലാന്ന്. കല്യാണം കഴിയാത്ത പെൺകുട്ടിയായിരിക്കും. ആ ലീലകളുടെ വ്യാഖ്യാനമാണ് അറിയേണ്ടത്. കൃഷ്ണൻ മണ്ണിനും കള്ളം പറയും, അസുരന്മാരെ നിഗ്രഹിക്കും, കല്ലോട്ടയ്ക്കും. എന്താ കല്ലോടത്തേന്റെ അർത്ഥം? അതാണ് സാഹിത്യഭംഗി. കവികൾ പറയില്ലേ, പൂർണ്ണചന്ദ്രനെ നോക്കി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ചന്ദ്രന്റെ മാതിരി മുഖം ഉണ്ടാവും. എന്തൊക്കെ ആ മുഖം എന്തെങ്കിലും കാര്യത്തിന് കൊള്ളൂ ആ മുഖം? ഇത് രാമലീലയും കൃഷ്ണലീലയും വ്യാഖ്യാനിച്ചെടുക്കേണ്ടതാണ്. അതിൽ പൊതുവെ രാമൻ എങ്ങനെ ജീവിച്ചു അത് നമുക്ക് അനുകരിക്കുന്നത് നല്ലതാണ്. കൃഷ്ണൻ അനുകരിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണന്റെ ജീവിതം അനുകരിച്ചാൽ ശരിയാവില്ല. രാമന്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ രാമൻ ചെയ്തത് സീതാ പരിത്യാഗത്തിന്റെ മീനിങ് അറിഞ്ഞാൽ രാമന്റെ ലീല മനസ്സിലാവും. ശംഭൂകൻ ഒരു ജ്ഞാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താത്തവരെ അവര് ലോകത്തിന്റെ ശത്രുക്കളാണ്. ഈ വ്യാഖ്യാനങ്ങൾ രാമലീല കൃഷ്ണലീല എങ്ങനെ വേണമെന്നുള്ള അറിവാണ് സത്സംഗത്തിന്റെ ആദ്യ പാഠം എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.